عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ജുസു അമ്മയിലെ സൂറത്തുകളാണ് അതിൻ്റെ തഫ്സീർ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു താരിഖാണ് നമ്മൾ പൂർത്തിയാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അലയാണ് നമുക്ക് വായിച്ചു മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا. إن شاء الله ഇത്രയും നമുക്ക് തഫ്സീർ പറഞ്ഞതിന് ശേഷം ബാക്കി പാരായണം ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ അത് എല്ലാ സൂറത്തിൻ്റെ മുൻപിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആയത്താണ്. അത് ഓരോ സൂറത്തുകളിലെയും ആയത്തല്ല, മറിച്ച് എല്ലാ സൂറത്തിൻ്റെയും മുൻപിൽ പ്രത്യേകമായിട്ടുള്ള ആയത്താണ് സൂറത്തു അത്തൗബയിൽ ഒഴികെ, ബറാഅത്തിലെ ഒഴികെ ബാക്കി എല്ലാ സൂറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നു, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല. സബ്ബിഹ് എന്ന് പറഞ്ഞാൽ നീ തസ്ബീഹ് ചെയ്യുക, ഇസ്മ റബ്ബിക് നീ നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ, അൽ അഅല ഉന്നതനായ നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായി സഹോദരങ്ങളെ, ഈ സൂറത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ, നമ്മൾ എന്നും ദിനേന അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഓതൽ സുന്നത്താക്കിയിട്ടുണ്ട്. എവിടെയാണത്? എല്ലാ ദിവസവും ഈ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. എവിടെയാണത്? വിത്റിലാണ്. വിത്റിൽ അവസാനത്തെ നമ്മൾ 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുമ്പോൾ അതിൽ ആദ്യത്തെ റക്അത്തിന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ അഅല സുന്നത്താണ്. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം സുന്നത്തുണ്ട്, അല്ലേ? വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട്. വെള്ളിയാഴ്ച ജുമഅയിൽ സുന്നത്തായ സൂറത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത സൂറത്തുകളിൽ അധികമായി വന്നിട്ടുള്ളത് ഒന്ന് സൂറത്തുൽ അഅലയാണ്, ഒന്നാമത്തെ റക്അത്തിന് ഫാത്തിഹയ്ക്ക് ശേഷം. ഇനി അതുപോലെ തന്നെ 2 പെരുന്നാൾ നിസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അഅല പാരായണം ചെയ്തത് വന്നിട്ടുണ്ട്. 2 പെരുന്നാൾ നിസ്കാരങ്ങളിലും സൂറത്തുൽ അഅലയും സൂറത്തുൽ ഗാശിയയും അത് വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത്തരം ആവർത്തിച്ച് ഒരു സൂറത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സൂറത്തുകളിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള പാഠങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഓരോ ആഴ്ചയും ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മുസ്ലിമീങ്ങളെയും, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും കേൾപ്പിക്കുകയാണ്.
ജുമാ നിസ്കാരം നമുക്കറിയാം, പൊതുവെ ഉച്ചയ്ക്കുള്ള നിസ്കാരം സാധാരണഗതിയിൽ നമ്മൾ ളുഹർ നിസ്കരിക്കുമ്പോൾ അത് സിറിയായ നിസ്കാരമാണ്. നമ്മൾ എന്ത് ചെയ്യില്ല, ഒച്ചത്തിലോതുമില്ല. പക്ഷെ ജുമാക്ക് ഒച്ചത്തിലോതുകയാണ്. എന്നിട്ട് ഓരോ മുസ്ലിമീങ്ങളും ഇത് കേൾക്കുകയാണ്. ഇത് വെറുതെ ആണെന്ന് വിചാരിക്കരുത്. ഇമാം ഓതുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് അത് വെറുതെ അല്ല, നമുക്കതിൽ നിന്ന് ആശയം ഉൾക്കൊള്ളാനാണ്. അത് തന്നെ വലിയ ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കലാമ് കേൾക്കുക എന്നുള്ളത് തന്നെ സഹോദരങ്ങൾ വലിയ ഉത്ബോധനമാണ്. ഈ സൂറത്തിൻ്റെ ആശയം അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കേൾക്കുന്നു എന്നല്ലാതെ എന്താണ് ഈ പാരായണം ചെയ്യുന്നത് എന്നവന് അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ സ്ഥിരമായി ഓതുന്ന സൂറത്തുകളൊന്ന് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, അത് തിരഞ്ഞെടുത്ത് തന്നെ പഠിക്കണം. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ അലയും സൂറത്തുൽ ഗാശിയൊക്കെ നമ്മൾ എല്ലാ ആഴ്ചയും കേൾക്കുന്നതാണ്. എന്താണ് ഈ ആ സൂറത്തിൽ പറയുന്നത് എന്നുള്ള ശരിക്കും ആശയം സഹോദരങ്ങളെ മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, ഉന്നതനായ നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ തസ്ബീഹ് ചെയ്യുക, നീ പ്രകീർത്തിക്കുക എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണല്ലോ അഭിസംബോധന, ഇസ്മ റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ. ഇവിടെ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. അൽ ഖിതാബു ഹുന ലിറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെയുള്ള അഭിസംബോധന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. വൽ ഖിതാബുൽ മുവജ്ജഹു ലിറസൂൽ ഫിൽ ഖുർആനിൽ കരീം അലാ സലാസത്തി അഖ്സാം, റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നത് ഖുർആനിൽ 3 തരത്തിലുണ്ട്. 3 തരത്തിലുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിനെ തന്നെയാണ് വിളിക്കുക, പക്ഷേ 3 തരമായി അതിനെ വേർതിരിക്കാൻ പറ്റും. അദ്ദേഹം പറയുന്നു അൽ ഖിസ്മുൽ അവൽ അൻ യഖൂമ ദലീലു അലാ അന്നഹു ഖാസും ബിഹി ഫയഖ്തസ്സു ബിഹി. അതിലൊന്നാമത്തേത് നമുക്ക് ദലീൽ വളരെ വ്യക്തമായിട്ട് വരും. അന്നഹു ഖാസും ബിഹി, അള്ളാഹിൻ്റെ റസൂലിന് പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ട് പറയും ഫയഖ്തസ്സു ബിഹി, അത് റസൂലുള്ളാഹിക്ക് മാത്രമാണ് അതിൻ്റെ നിയമം. നമ്മളൊക്കെ പാരായണം ചെയ്യുമെങ്കിലും അതുകൊണ്ട് അമല് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമായി അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. ഏതുപോലെ അല്ലാഹു തആല പറഞ്ഞല്ലോ അർസൽനാക ലിന്നാസി റസൂല, റസൂലെ താങ്കളിതാ ജനങ്ങൾക്ക്, നബിയെ താങ്കളിതാ ജനങ്ങൾക്ക് റസൂലായി, ദൂതനായി, പ്രവാചകനായി അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിട്ട് പറയുന്നതാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു അലം നശ്റഹ് ലക സദ്റക് വവദഅന അൻക വിസ്റക് അല്ലദി അൻഖദ ദഹ്റക് വറഫഅന ലക ദിക്റക്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, താങ്കളുടെ ഹൃദയത്തെ വിശാലമാക്കി നൽകിയില്ലേ എന്നുള്ളതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ റസൂലുള്ളാഹിക്ക് മാത്രമായിട്ടുള്ളത് ഉണ്ടാവും. ചില ആയത്തിൽ അഭിസംബോധന റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് അതിൻ്റെ ഹുക്ം റസൂലുള്ളാഹിക്ക് മാത്രം, അങ്ങനെയുള്ള ചില ആയത്തുണ്ടാവും. രണ്ടാമത്തെ വിഭാഗം അൻ യഖൂമ ദലീലു അല അന്നഹു ആമുൻ ഫയഉം, അത് പ്രത്യേക റസൂലുള്ളാഹിനെയാണ് എല്ലാം വിളിക്കുന്നത്, റസൂലുള്ളാഹിനെയാണ്. പക്ഷേ ഇവിടെ ഈ രണ്ടാമത്തെ തരത്തിൽ സഹോദരങ്ങളെ അതിന് ദലീൽ വരും, അതെല്ലാവർക്കും ബാധകമാണ്. റസൂലുള്ളാഹിനെയാണ് വിളിച്ചിട്ടുള്ളത് എങ്കിലും അതിൻ്റെ നിയമം എല്ലാവർക്കും ബാധകമാണ്. സൂറത്തു തലാഖിൽ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ത്വലാഖുമായി ബന്ധപ്പെട്ട മസ്അല പറഞ്ഞല്ലോ. യാ അയ്യുഹൻ നബിയു, അല്ലയോ നബി, ഇദാ ത്വല്ലഖ്തുമുൻ നിസാ, താങ്കളുടെ ഭാര്യമാരെ ത്വലാഖ് ചെയ്താൽ ഫത്വല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന, അവർ ത്വലാഖ് ചെയ്യണം, പിന്നീട് അതിൻ്റെ ഇദ്ദാകാലം അവർ ആചരിക്കേണ്ടതുണ്ട് എന്ന കാര്യം പറയാം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ അതിന് ഖരീനുണ്ട്, തെളിവുണ്ട്, ഇതെല്ലാവർക്കും ബാധകമാണ് എന്നുള്ളത്. കാരണം തുടക്കത്തിൽ യാ അയ്യുഹൻ നബി എന്നാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഇദാ ത്വല്ലഖ്തും, നിങ്ങൾ ത്വലാഖ് ചെയ്താൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾ ത്വലാഖ് ചെയ്താൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് വ്യക്തമാണ് ഇതെല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. എല്ലാവരുടെയും ത്വലാഖിൻ്റെ നിയമത്തിൽപ്പെട്ടതാണ്. ത്വലാഖ് കഴിഞ്ഞാൽ പിന്നീട് ആ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇദ്ദ കാലഘട്ടമുണ്ട് എന്നുള്ളത് അത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ സഹോദരങ്ങളെ ഈ സൂറത്തിൽ പറഞ്ഞതുപോലെയാണ്. അത് എന്താണ് ആ ടൈപ്പ്, ആ വിഭാഗം എന്ന് പറയുന്നത് അല്ല യദുല്ല ദലീൽ അലഹാദ വല അലഹാദ, ഇത് ഇന്നതിനാണോ, അത് റസൂലുള്ളാഹിക്ക് മാത്രമാണോ, അതല്ല എല്ലാവർക്കുമാണോ, അങ്ങനെ പ്രത്യേകം വന്നിട്ടില്ല. ഫയക്കൂനു ഖാസൻ ബിഹി ലഫ്ളൻ, റസൂലുള്ളാഹിക്ക് മാത്രമാണെന്നാണ് ലഫ്ദിൽ നമുക്ക് മനസ്സിലാക്കുക. എന്നാൽ അമ്മ ലഹു വലിൽ ഉമ്മത്തി ഹുക്മൻ, എന്നാൽ എല്ലാവർക്കും അത് അതിൻ്റെ ബാധകമാണ് എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, നീ നിൻ്റെ റബ്ബിനെ എന്ത് ചെയ്യുക, സ്തുതിക്കുക, തസ്ബീഹ് ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നതാണ്. എങ്കിലും ഇതെല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇനി എന്താണ് തസ്ബീഹ് എന്നുള്ളത് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളോട് തസ്ബീഹ് ചൊല്ലാൻ പറയാം, നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ തസ്ബീഹ് ചൊല്ലണം എന്ന് പറയുമ്പോൾ എന്താണ് തസ്ബീഹ്? തസ്ബീഹിൻ്റെ വാചകം എന്താണ്? സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുന്നതാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. സബ്ബിഹില്ലാ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. ഖുൽ സുബ്ഹാനല്ലാഹ്, അതാണ് സബ്ബിഹില്ലാ,
എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ സുബ്ഹാനല്ലാ എന്ന് പറയുക എന്നാണ്. എന്താണ് സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ? സഹോദരങ്ങളെ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ വളരെ വ്യക്തമായി പറയുന്നു, സുബ്ഹാനല്ലാ എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്നനി ഉനസ്സിഹുല്ലാഹ അൻ കുല്ലി സൂഇൻ അൻ കുല്ലി ഐബിൻ അൻ കുല്ലി നഖ്സിൻ. ഞാനിത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഐബുകളിൽ നിന്നും കുറവുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മോശ ഗുണങ്ങളിൽ നിന്നും എല്ലാ കുറവുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. അവനൊരു കുറവുമില്ല. അവൻ്റെ നാമങ്ങളിലാകട്ടെ, വിശേഷണങ്ങളിലാകട്ടെ, അവൻ്റെ പ്രവർത്തനങ്ങളിലാകട്ടെ, അവൻ്റെ ശരീഅത്തിലാകട്ടെ, ദീനുൽ ഇസ്ലാമിലാകട്ടെ, അവനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും സഹോദരങ്ങളെ ഒരു കുറവും റബ്ബ് സുബ്ഹാനഹു വ തആലക്കില്ല. എല്ലാത്തിൽ നിന്നും ന്യൂനനാണ് റബ്ബ്. എന്നാൽ ആളുകൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധത്തിൽ കണക്കാക്കാതെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിഞ്ഞോ അറിയാതെയോ വായ കൊണ്ട് പറഞ്ഞോ പറയാതെയോ ഒരുപാട് ന്യൂനതകൾ അവർ ആരോപിക്കുകയാണ്. അല്ല, അതുകൊണ്ടാണ് ശിർക്ക് ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അവർ ശിർക്ക് ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹു എത്ര പരിശുദ്ധനാണ്. എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പങ്കുകാരനായി തീരുക? അവനോടും ആളുകൾ പ്രാർത്ഥിക്കുക, അവനല്ലാത്ത ആളുകളോടും പ്രാർത്ഥിക്കുക. അങ്ങനെ ആ പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ഇലാഹിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ദുർബലരായ പടപ്പുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിദ്ദായി തീരുക, തുല്യനായി തീരുക? ഒരിക്കലുമില്ല. അള്ളാഹു തആലയോട് യാതൊരു നിലക്കും ഒരു കഴിവും ശക്തിയുമില്ലാത്ത അള്ളാഹുവിനെ അവൻ്റെ വിശേഷണങ്ങളോടൊപ്പം ചേർത്ത് വെക്കാൻ പാടില്ലാത്തതായ ദുർബലരായ പടപ്പുകളെ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളോടൊപ്പം അല്ലെങ്കിൽ അവനോടൊപ്പം തന്നെ ചേർത്ത് വെക്കുക എന്നുള്ളതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിസ്സാരനാക്കലാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലയെ നിസ്സാരനാക്കലാണ്. നീ അടിമകൾ അള്ളാഹുവിൻ്റെ അളവിലേക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് നീ ന്യായം പറയുന്നു അള്ളാഹു കൊടുത്ത കഴിവ് എന്നുള്ളത് ഒരിക്കലുമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ന്യൂനതകളിൽ നിന്നും എല്ലാവിധ കുറവുകളിൽ നിന്നും അള്ളാഹു മുക്തനാണ്. അള്ളാഹുവിൻ്റെ ഒരു സിഫാത്തുകളുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ന്യൂനതകളിൽ നിന്ന് മുക്തനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അൽ ഹയ്യാണ്, എന്നെന്നും ജീവിക്കുന്നവനാണ്. ഇനി പടപ്പുകളും ജീവിക്കുന്നവനാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹയാത്ത് എന്ന് പറയുന്നത് അത് പടപ്പുകളേതുപോലെ അല്ല. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹയാത്തിന്, അവരുടെ ജീവിതത്തിന് ചില ന്യൂനതകളുണ്ട്, ഒരുപാട് ന്യൂനതകളുണ്ട്. ഒന്നാമത്, അവർ എന്നൊന്നുമുള്ളതല്ല, അനന്തമായ ജീവിതം അവർക്കില്ല. അവർക്കൊരു കാലഘട്ടമുണ്ട്, പേര് പറയപ്പെടാൻ പ്രസ്താവ്യമല്ലാത്തൊരു കാലഘട്ടം അവർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ജീവൻ ഒരു ഘട്ടത്തിൽ തുടങ്ങിയതാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന് തുടക്കമില്ല, ഒടുക്കവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജനിച്ചവനല്ല. അള്ളാഹു എന്നൊന്നുമുള്ളവനാണ്. എന്നാൽ പടപ്പുകളുടെ ഹയാത്ത് അങ്ങനെയാണ്. എന്നാൽ അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, പടപ്പുകൾ അവർ നാശത്തിന് വിധേയരാകുന്നതാണ്. കുല്ലു മൻ അലൈഹ ഫാൻ. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ഫാൻ, നശിച്ചു പോകുന്നതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിക്കുകയില്ല. വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. നിന്റെ റബ്ബ് അവനിതാ എന്നൊന്നും ബാക്കിയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇനി ഏതേത് കാര്യങ്ങളാകട്ടെ സഹോദരങ്ങളെ, മനുഷ്യർ കേൾക്കുന്നുണ്ട്, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കുള്ള യാതൊരുവിധ ന്യൂനതകളും അല്ലാഹു തആലക്കില്ല. അല്ലാഹുവിന് ഗോപ്യമായി തീരുന്ന ഒന്നുമില്ല. അള്ളാഹുവിന് പ്രത്യേകമായ കണക്കുകളില്ല. 7 ആകാശത്തിന് മുകളിൽ നിന്നും നാം ഈ സംസാരിക്കുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കേൾക്കാൻ പറ്റും. എത്ര ആളുകൾ ഒരുമിച്ച് സംസാരിച്ചാലും കേൾക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൊഹീദ്ദീൻ ഷെയ്ഖ് കാക്കണേ എന്ന് പറയുമ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖിന് അത് കേൾക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷണത്തിലാണ് പങ്കുചേർക്കുന്നത്. അവനങ്ങനെ വിശ്വസിച്ചാൽ മതി, വിളിക്കേണ്ടതില്ല. കാരണം ലോകത്ത് വ്യത്യസ്ത നാടുകളിൽ ആളുകളുണ്ട്. എല്ലാവരോടും ഈ കുബൂരികൾ പറയുന്നത് മൊഹീദ്ദീൻ ഷെയ്ഖ് കാക്കണേ എന്ന് വിളിക്കാനാണ്. ചിലർ അറബിയിൽ വിളിക്കുന്നുണ്ടാവും, മലയാളത്തിൽ വിളിക്കുന്നുണ്ടാവും, തമിഴിൽ വിളിക്കുന്നുണ്ടാവും. ഏത് ഭാഷയിൽ വിളിച്ചാലും, എത്ര ആളുകൾ ഒരുമിച്ച് വിളിച്ചാലും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സഭയിൽ ഒരുപാട് ആളുകൾ മൗലൂദിൻ്റെ സദസ്സിൽ ഒരുമിച്ചിരുന്ന് വിളിക്കുന്നുണ്ടാവും. ഇവരെല്ലാവരും ഒരുമിച്ച് വിളിച്ചാലും മൊഹീദ്ദീൻ ഷെയ്ഖിന് ഓരോന്നും വേർതിരിച്ച് കേൾക്കാൻ, മനസ്സിലാക്കാനും എന്നിട്ട് ഉത്തരം ചെയ്യാനും സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ വായി മൂടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യും എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കി, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള കഴിവാണ്. ഇത് മൊഹീദ്ദീൻ ഷെയ്ഖ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ഇതിന് സാധിക്കുകയില്ല, അയാൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. ഒരു സദസ്സിലുള്ള ആൾ 10 ആൾ ഒരുമിച്ച് നമ്മളോട് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകുക പോലുമില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. എല്ലാം കേൾക്കാൻ സാധിക്കുക, എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുക, എല്ലാത്തിനും ഉത്തരം ചെയ്യാൻ സാധിക്കുക, ഇത് അല്ലാഹുവിന് മാത്രമുള്ള കഴിവാണ്. ഇത് ഈ പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കുകയാണ്. എന്നോ മരിച്ചുപോയ മണ്ണോട് മണ്ണായിട്ടുള്ള പടപ്പുകൾക്ക് സഹോദരങ്ങളെ വകവെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് പറഞ്ഞാൽ പറയും അത് അള്ളാഹുവിന് അങ്ങനെ കൊടുക്കാൻ കഴിവില്ലേ എന്നാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവിനെ കൊച്ചാക്കി കാണുകയാണോ എന്നാണ്. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാത്ത കാര്യം അവൻ്റെ മേൽ ആരോപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ ശിർക്കിന് തുല്യമായ തിന്മയാണത്. ഗുരുതരമായ കാര്യമാണ് അള്ളാഹുവിൻ്റെ പേരിൽ അവൻ പറയാത്ത കാര്യങ്ങൾ സഹോദരങ്ങൾ ആരോപിക്കുക എന്നുള്ളത്. അത്തരം ഗുരുതരമായ തിന്മയാണ്.
അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു തെളിവ് ആ പറയുന്ന വാദത്തിനില്ല. അള്ളാഹു അങ്ങനെ കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനുള്ള യാതൊരു തെളിവും സഹോദരങ്ങളെ അവർക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള കഴിവ് ഒരു നബിക്കോ ഒരു മലക്കിനോ പോലും കൊടുത്തിട്ടില്ല. പിന്നെയാണ് അതിന് താഴെയുള്ള സ്വാലിഹീങ്ങൾക്കും ശുഹദാക്കൾക്കും ഒരാൾക്കും സഹോദരങ്ങളെ അത് നൽകിയിട്ടില്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതേത് സിഫാത്തുകൾ നമ്മൾ എടുത്താലും അവന് എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. ആ സിഫാത്തുകൾ നമ്മളൊരു മനുഷ്യനിലേക്ക് സങ്കല്പിച്ച് നോക്കുക, അവന് ഒരുപാട് കുറവുകളും ന്യൂനതകളും അതിലുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത്തരം ന്യൂനതയില്ല. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട് സൂറത്തുൽ മുജാദലയിൽ ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ എന്ന ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ അൽഹംദുലില്ലാ അല്ലദി വസിയ സമഅഹുൽ അസ്വാത്ത്, അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. അവൻ്റെ കേൾവി എന്ന് പറയുന്നത് എല്ലാ കേൾവിയെയും ആവരണം ചെയ്തിരിക്കുന്നു, വിശാലമായിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കാത്തതായിട്ടൊന്നുമില്ല. ഇന്നൽ മർഅത്തൽ മുജാദലത ലതശ്തകി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റൂമിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഈ ഭർത്താവിൻ്റെ കാര്യത്തിലുമായി തർക്കിക്കാൻ വന്ന സ്ത്രീ ഇങ്ങനെ ഉണ്ടായിരുന്നു. വ ഇന്നഹു ലയഖ്ഫ അലയ്യ ബഅദു ഹദീസിഹ, അവൾ പറയുന്ന എല്ലാ കാര്യവും ഞാൻ കേട്ടിട്ടില്ല. അത് ആ റൂമിലുള്ള ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കാൻ പറ്റാത്ത രൂപത്തിലാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുടെ പരാതിയുമായി വന്ന് സംസാരിക്കുന്നത്. പക്ഷേ 7 ആകാശത്തിന് മുകളിൽ നിന്നും അല്ലാഹു തആല അത് കേൾക്കുകയും അത് ആയത്തായി അവതരിപ്പിക്കുകയും ചെയ്തു. അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അല്ലാഹു തആലക്ക് അങ്ങനെ ഒരു ന്യൂനതകളില്ല സഹോദരങ്ങളെ. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും അവൻ മുക്തനാണ് എന്നുള്ളതാണ്. ലാ തഖുദുഹു സിനതു വലാ നൗം, അവനൊരു ഉറക്കമോ തൂക്കിയുറക്കമോ ഒന്നും തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇവിടെ ഷിർക്കിന് വേണ്ടി വാദിക്കുന്ന ചിലരുടെ സംസാരങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവർ ഔലിയാക്കളുടെ കഴിവ് വിശദീകരിക്കുന്ന സമയത്ത് ഈ ആയത്ത് പാരായണം ചെയ്തിട്ട്, ആയത്തുൽ കുർസി പാരായണം ചെയ്തിട്ട് അവൻ്റെ നാവ് കൊണ്ട് പറയണം ലാ തഖുദുഹു സിനത്തും വലാനോ, അള്ളാഹുവിന് ഉറക്കമോ തൂക്കിയുറക്കമോ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ട് നഊദു ബില്ലാഹ് അവൻ പറയാണ്. അങ്ങനെ തന്നെയാണ് ഔലിയാക്കൾക്ക് ഉറക്കമോ തൂക്കിയുറക്കമോ ഉണ്ടാവുകയില്ല. അവൻ വിഡ്ഢിയാണ്. അവൻ കാണുന്നുണ്ട് അവൻ്റെ മുന്നിലുള്ള ഔലിയാക്കൾ എന്നിവൻ വിശേഷിപ്പിക്കുന്ന അവൻ കിടന്നുറങ്ങുന്ന ഇവൻ കാണുകയാണ്. ഇവന് തൂക്കിയുറക്കം പോലും ഇല്ല എന്നെങ്ങനെയാണ് കണ്ടുകൊണ്ടുപോലും അവന് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്നിട്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നേർക്കുനേരെ പങ്കു ചേർക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിട്ടുള്ള നാമഗുണങ്ങളെയും വിശേഷണങ്ങളെയും അവരെ ഔലിയാക്കൾക്ക് വകവെച്ചു കൊടുക്കുന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ, ഉന്നതനായ റബ്ബിൻ്റെ നാമത്തിൽ നീ അവനെ തസ്ബീഹ ചെയ്യുക. അപ്പോൾ തസ്ബീഹിൻ്റെ അർത്ഥമാണ് മനസ്സിലാക്കിയത്. ഇസ്മ റബ്ബിക്, തസ്ബീഹ് ചെയ്യേണ്ടത് നീ നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റബ്ബിനെ തന്നെയാണ്, അല്ല നാമത്തിനെ മാത്രം തസ്ബീഹ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് റബ്ബിനെ തന്നെയാണ്. അങ്ങനെയാണ് ഒരു അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വേറെ ചിലർ പറഞ്ഞു അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, സബ്ബിഹ് റബ്ബക ദാകിറൻ ഇസ്മഹ്, അള്ളാഹിൻ്റെ നാമം നീ ഉരുവിട്ട് കൊണ്ടുവേണം തസ്ബീഹ് ചെയ്യാൻ. കാരണം തസ്ബീഹ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ന്യൂനതകളിൽ മുക്തനാണെന്ന് പറയുന്നത് അതിൻ്റെ കൽബ് കൊണ്ട് നിനക്ക് വിശ്വസിക്കാൻ സാധിക്കും. അങ്ങനെ കൽബ് കൊണ്ട് മാത്രം വിശ്വസിച്ചാൽ പോരാ, അത് നിന്റെ നാവ് കൊണ്ട് നീ പ്രഖ്യാപിക്കണം, അഥവാ സുബ്ഹാനല്ലാഹ് എന്ന് നീ പറയണം എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. നീ സുബ്ഹാനല്ലാഹ് എന്ന് തന്നെ പറയണം, തസ്ബീഹ് ചൊല്ലണം. അതാണ് ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത്. കേവലം മനസ്സിൽ മാത്രം നീ വിശ്വാസമായി വെച്ചാൽ പോരാ, നീ എന്ത് ചെയ്യണം, അത് നാവോടുകൂടി ഉച്ചരിക്കുകയും വേണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്ബിഹിസ്മ റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, 3 വിശേഷണങ്ങൾ ഒരുമിച്ച് കൂടുന്നതാണ് റബ്ബ് എന്ന് പറയുന്നത്. നമ്മൾ രക്ഷിതാവ് എന്ന് മലയാളത്തിൽ എഴുതിയാൽ അതിൻ്റെ പൂർണ്ണാർത്ഥം നമുക്ക് ലഭിക്കുകയില്ല, ഒരർത്ഥവും നമുക്ക് ലഭിക്കുകയില്ല. കാരണം രക്ഷിതാവ് എന്ന് പറയുന്നത് അതിന് വളരെ പരിമിതമായൊരു അർത്ഥം മാത്രമേ ഉള്ളൂ. റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖാണ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്. അൽ മാലിക്കാണ്, എല്ലാം ഉടമപ്പെടുത്തുന്നവനാണ്. അൽ മുദബ്ബിറാൻ, എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ്, എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്നവനെയാണ് അൽ ഖാലിഖ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർ റബ്ബാണെന്നുള്ളത് മക്കയിലുള്ള മുശ്രിക്കുകൾ പോലും അവർ അംഗീകരിച്ചിരുന്നു. അവർ പറഞ്ഞിരുന്നു, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്, ആകാശഭൂമികൾ ആരാണ് പടച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. വല ഇൻ സഅൽതഹും മൻ ഖലഖഹുൻ, ആരാണ് ഇതിനെല്ലാം പടച്ചത്, ലയഖൂലുന്ന അല്ലാഹ്, അവർ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അമ്മൻ യംലികു സ്സമഅ വൽ അബ്സാർ, ആരാണ് കാഴ്ചകളെയും കണ്ണുകളെയും കാഴ്ചകളെയും കേൾവികളെയും ഉടമപ്പെടുത്തുന്നത്. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, മരിച്ചവരെ ജീവിപ്പിക്കുന്നതും അതുപോലെ ജീവിക്കുന്നവരെ മരിപ്പിക്കുന്നതും ആരാണ്. വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളുടെ തദ്ബീർ ആരാണ് മുദബ്ബിറുൽ ആലം എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവർ പറയുമായിരുന്നു ഫസയഖൂലൂന അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്
എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയും. ആ മുശ്രിക്കുകൾ സഹോദരങ്ങളെ അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിച്ചിരുന്നു. പക്ഷേ ആ റബ്ബിൻ്റെ താല്പര്യത്തെ അവർ എന്ത് ചെയ്തിട്ടില്ല, അത് പാലിച്ചിട്ടില്ല. അങ്ങനെയുള്ള റബ്ബിൽ അവർ പങ്കു ചേർക്കുക എന്നതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം അവർ വിമർശിക്കുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിനെ അവർ അംഗീകരിച്ചത് എടുത്തു പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല അവരോട് ചോദിക്കുന്നുണ്ട്, ഇലാഹു മഅല്ലാഹ്, അവർക്ക് അള്ളാഹു അല്ലാതെ മറ്റു വല്ല ഇലാഹുകളും എങ്ങനെയാണുള്ളത്? കാരണം എല്ലാം ചെയ്യുന്നത് റബ്ബാണ്. ഇതുപോലെ ചെയ്യുന്ന ഒരാളും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തുല്യമായി ഒരാളുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനോട് കുഫു വെക്കുന്ന ഒരാളുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുവനിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പങ്കു ചേർക്കാൻ സാധിക്കുക? അല്ലെ, മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു റബ്ബാണെന്ന് അറിയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു തെളിവാണ് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു തആല ഖുർആനിൽ ആദ്യമായി നമ്മോട് കൽപ്പിക്കുന്ന കാര്യം തൗഹീദാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, ഓ ജനങ്ങളെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കാണ് യാ അയ്യുഹന്നാസ്, മക്കയിലെ മുശ്രിക്കുകളെ ജനങ്ങളെ ഉഅ്ബുദു, നിങ്ങൾ ആരാധിക്കണം. ആരാണ് ആരാധിക്കേണ്ടത്? അറിയാത്ത ഒരാളെക്കുറിച്ച് പുതുതായി അവർക്ക് പറഞ്ഞു കൊടുക്കുകയല്ല. അള്ളാഹിനെ കുറിച്ച് അറിയാതെ, അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ തബ്ലീഗ് ജമാഅത്തുകാരൊക്കെ ആളുകളെ പറഞ്ഞു കൊടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ പരിചയപ്പെടുത്താനാണ് വന്നത്. അല്ല, അതാണ് അവരിപ്പോഴും ചെയ്തുകൊണ്ട് അള്ളാഹിനെ എങ്ങനെ പരിചയപ്പെടുത്തുക, അള്ളാഹു ആരാണ് എന്നൊക്കെ പരിചയപ്പെടുത്തുക. അള്ളാഹുവിനെ പരിചയപ്പെടലും അള്ളാഹുവിനെ മനസ്സിലാക്കലും ഒക്കെ തൗഹീദിൻ്റെ ഭാഗം തന്നെയാണ്. അള്ളാഹുവിൻ്റെ അസ്മാകൾ സിഫാത്തുകളൊക്കെ നമ്മൾ പഠിക്കണം. പക്ഷേ മക്കയിലുണ്ടായിരുന്ന അഭിസംബോധിതരായിട്ടുള്ള മുശ്രിക്കുകൾ നമ്മുടെ നാട്ടിലേക്കുള്ള ഹൈന്ദവരെ പോലെയുള്ള, അല്ലെങ്കിൽ ജൈനന്മാരെ പോലെയുള്ള, അല്ലെങ്കിൽ ബുദ്ധന്മാരെ പോലെയുള്ള അള്ളാഹു ആരാണെന്ന് അറിയാത്ത അംഗീകരിക്കാത്ത ആളുകളായിരുന്നോ? അല്ല, മക്കയിലുള്ള അഭിസംബോധിതർ അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ടാണ് ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ. ആ റബ്ബിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. അതാണ് അല്ലാഹു തആല പറയുന്നത്. ഇബാദത്തിലാണ് പ്രശ്നം, റബ്ബ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അതാണ് കൽപ്പിക്കുന്നത്. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, ഇതെല്ലാം അവർ അംഗീകരിക്കുന്നതാണ്. നിങ്ങളെ പടച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ച, നിങ്ങളുടെ പൂർവികരെയും പടച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബെന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, അൽ ഖാലിഖുൽ മാലിക്കുൽ മുദബ്ബിർ. ഇത് മക്കയിലെ മുശ്രിക്കുകൾ പോലും ഈ ഒരു അർത്ഥത്തെ അംഗീകരിച്ചിരുന്നു എന്നുള്ളത് ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അൽ അഅല എന്നാണ് പറഞ്ഞത്. എങ്ങനെയുള്ള റബ്ബാണ്? റബ്ബിൻ്റെ ഒരു വിശേഷണമാണ് ഇവിടെ പറയുന്നത്. അൽ അഅലയായ റബ്ബ്, ഉന്നതനായ റബ്ബ് എന്നാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, വഉലുവുല്ലാഹി അസ്സ വജൽ നൗആൻ, അല്ലാഹുവിൻ്റെ ഉലുവ്, അല്ലാഹുവിൻ്റെ ഔന്നത്യം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഉലുവു സിഫത്തിൻ, രണ്ട് വഉലുവു ദാത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷണങ്ങളെല്ലാം തന്നെ ഉന്നതമായതാണ്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ അസ്തിത്വം, അവൻ തന്നെയും ഉന്നതനാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്ത് ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ, ഉലുവു ദാത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന് മുകളിലാണ്. അള്ളാഹു എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ളത് അത് കുഫ്റാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് കുഫ്റാൻ. സാധാരണക്കാരായ പലരുടെയും വിചാരം അങ്ങനെയാണ്, തെറ്റിദ്ധാരണ കൊണ്ടാണ്. അവർ വിചാരിക്കുന്നത് അള്ളാഹു എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ടാണ് അള്ളാഹു എല്ലാം കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നത് എന്നാണ് അവർ ധരിക്കുന്നത്. അള്ളാഹു ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു ഇവിടെ കാര്യങ്ങൾ അറിയില്ല എന്നല്ലേ അതിൽ വരിക എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയുന്നവരുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന് മുകളിൽ അവൻ്റെ അർഷിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നിരുന്നാലും ഇവിടെ ഒരു ഇല വീണാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് അറിയാൻ സാധിക്കും. അള്ളാഹുവിവിടെ ഉണ്ടാകേണ്ടതില്ല. കാരണം അവൻ്റെ കഴിവും ഖുദ്റത്തും അത് അത്രമേൽ വലുതാണ്. പടപ്പുകളുടേതുപോലെ നീ സങ്കല്പിക്കാൻ പാടില്ല. 7 ആകാശത്തിന് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൽ ആരോഹിതനായിക്കൊണ്ട്, അർശിൽ ഇസ്തിവാ ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ഓരോ അനക്കങ്ങളും നീക്കങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉലുവു ദാത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മുകളിലാണ്, ഉപരിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. ഉപരിയിലാണ്, ആകാശത്തിന് മുകളിലാണ്, 7 ആകാശങ്ങൾക്ക് മുകളിലാണ് അർശുള്ളത്. അതിനു മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത് എന്ന കാര്യം സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇതും തീരെ അറിയാത്ത, ഇതിലും വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകളെ കാണാൻ സാധിക്കും. ദൈവബന്ധിൻ്റെ വെബ്സൈറ്റിൽ എടുത്തു നോക്കി അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ടെന്നാണ്. ഫിക്കുല്ലി മക്കാൻ, എല്ലായിടത്തും ഉണ്ട് എന്ന് ഉറുദുവിൽ എഴുതി വെച്ചത് കാണാൻ സാധിക്കും. വളരെ അബദ്ധജടിലമായ വിശ്വാസമാണ് സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന് മുകളിൽ അർശിലാണ് എന്നുള്ള ഉറച്ച വിശ്വാസം, ശരിയായ വിശ്വാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹ്.
അള്ളാഹു യഥാർത്ഥ അഖീദയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എത്തിച്ചു, അത് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരുപാട് ദുർബലതകളും ഒരുപാട് ന്യൂനതകളൊക്കെ ഉണ്ടായിട്ടും അള്ളാഹു തആലയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതിൽ അള്ളാഹുവിന് ഒരുപാട് ശുക്ർ ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. രണ്ടാമത്തേത് ഉലൂഉ സിഫയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ സിഫാത്തുകളും ഉന്നതമായതാണ്. വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിശേഷണങ്ങളും ഏറ്റവും ഉന്നതമായതാണ്. ഏതേത് വിശേഷണം എടുത്താലും അതുപോലെ ഒന്നുമില്ല, ഏറ്റവും ഉന്നതമായ റബ്ബാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള റബ്ബിനെ നീ തസ്ബീഹ് ചെയ്യുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. ഇതാണ് നമ്മൾ സുബ്ഹാന റബ്ബിയൽ അഅല, ഉന്നതനായ ഏഴാകാശത്തിന് മുകളിലുള്ള എല്ലാ വിശേഷണങ്ങളും ഉന്നതമായിരിക്കുന്ന എൻ്റെ റബ്ബ്, എന്നെ പടച്ച, എന്നെ നിയന്ത്രിക്കുന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉടമസ്ഥതയുള്ള, എൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ഇടപെടാൻ സാധിക്കുന്ന ആ റബ്ബ് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ് എന്ന് നമ്മൾ പറയലാണ് സുബ്ഹാന റബ്ബിയൽ അഅല. ഇത് നമ്മൾ എവിടെ വെച്ചാണ് പറയുന്നത് സഹോദരങ്ങളെ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സുജൂദിലാണ് പറഞ്ഞത്. ഇജ്അലുഹ ഫി സുജൂദിക്കും എന്നാണ് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞത്. ഇത് നിങ്ങളുടെ സുജൂദിൽ നിങ്ങളാക്കിക്കൊള്ളുക. അല്ലെ, സുജൂദിൽ വാജിബായ നിർബന്ധമായ കാര്യമാണ് ഒരു പ്രാവശ്യമെങ്കിലും സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയൽ. ആരെങ്കിലും ഇത് പറയാതെ, മനഃപൂർവ്വം പറയാതെ നിസ്കാരം ബാത്തിലായി പോകും. കാരണം വാജിബായ കാര്യം മനഃപൂർവ്വം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ബാത്തിലായി പോകും. മറന്നുപോയാൽ അവസാന സഹവിൻ്റെ സുജൂദ് ചെയ്താൽ മതിയാകുന്നതാണ്. അപ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് നമ്മളെ എവിടെ വെച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിക്കുന്നത്? ആളുകൾ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്താണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഷറഫാക്കപ്പെട്ട ഭാഗമായ മുഖം അത് നമ്മൾ വെക്കുക. അല്ലെ, 7 അവയവത്തിലാണ് മുഖം നമ്മൾ സുജൂദ് ചെയ്യുന്നത്. നെറ്റിത്തടവും മൂക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. ആ മുഖം നമ്മൾ ആളുകൾ നടന്നു പോകുന്ന, അല്ലെ നമ്മളും തന്നെയും നടക്കുന്ന ആ നെറ്റി ഒരാൾക്ക് താഴാൻ പറ്റുന്നതിൽ ഏറ്റവും താണുകൊണ്ട് അവിടെയാണ് നമ്മൾ മുഖം വെക്കുന്നത്. ഏറ്റവും സുഫ്ലൈൻ, ഏറ്റവും താഴെ, ആ ഏറ്റവും താഴെ വെച്ചുകൊണ്ട് റബ്ബേ ഉന്നതനാണ് നീ, ഉന്നതനായ റബ്ബാണ് നീ, നമ്മൾ അങ്ങേയറ്റം താഴ്മയുള്ള, ഏറ്റവും താഴ്മയുള്ള ദുർബലരാണ് നമ്മൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതാണ് സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിസ്കാരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് അത് സുജൂദിലാകുമ്പോഴാണ്. അവിടെയാണ് നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്നത്. നമ്മൾ അങ്ങേയറ്റം താഴുമ്പോഴാണ് നമ്മൾ അള്ളാഹുവായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ താഴെയാകുകയാണ് സുജൂദിലാകുന്ന സമയത്ത്. സുജൂദിലാകുന്ന സമയത്ത് അള്ളാഹുവിനോട് അങ്ങേയറ്റം വിനയത്തോടുകൂടി നമ്മൾ ചോദിക്കുകയാണ്, പറയുകയാണ് സുബ്ഹാന റബ്ബിയൽ അഅല, ഉന്നതനായ അള്ളാഹുവെ, നീ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും എല്ലാവിധ കുറവുകളിൽ നിന്നും മുക്തനായവനാണ്, 7 ആകാശത്തിന് മുകളിലുള്ളവനാണ് എന്ന പ്രഖ്യാപനമാണ്, എന്ന വാചകമാണ് സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ളത്. അത് പറയാനാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, ഉന്നതനായ നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ തസ്ബീഹ് ചൊല്ലുക, പ്രകീർത്തിക്കുക എന്ന് സഹോദരങ്ങളെ പറയുന്നത്. എന്നിട്ട് ആ റബ്ബിനെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരാൻ അല്ലദീ ഖലഖ ഫസവ്വ. ആ റബ്ബ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും ഫസവ്വ അതിനെ സംവിധാനിക്കുകയും ചെയ്തവനാണ്. അല്ലാഹു ഖാലിഖാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ആളുകൾ ദുർബലരാണ്, അവർക്കൊന്നിനെയും പടക്കാൻ സാധിക്കുകയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു മുശ്രിക്കുകളോട് പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് ദുരിബ മസലുൻ ഫസ്തമിഉ ലഹ്, ജനങ്ങളെ നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഫസ്തമിഉ ലഹ്, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്ക്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ പലരെയും ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ, പലരോടും ദുആ ചെയ്യുന്നുണ്ടല്ലോ. ലൻ യഖ്ലുഖൂ ദുബാബ, അവർക്കാർക്കും ഒരു ഈച്ചയെ പോലും പടക്കാൻ സാധിക്കുകയില്ല. വലൗ ഇജ്തമഉ ലഹ്, അതിനുവേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും, എല്ലാവരും ലാത്തയും ഉസ്സയും മനാത്തയും എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും. ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും, അല്ലെ ഇവർ പറയുന്ന എല്ലാ ഷെയ്ഖന്മാരും ഒരുമിച്ച് കൂടുകയാണെങ്കിലും, അമ്പിയാക്കൾ ഒരുമിച്ച് കൂടുകയാണെങ്കിലും, എല്ലാ സ്വാലിഹ്യങ്ങൾ ഒരുമിച്ച് കൂടുകയാണെങ്കിലും, ദുനിയാവിലെ മുഴുവൻ പടപ്പുകൾ ഒരുമിച്ച് കൂടുകയാണെങ്കിലും എന്ത് സാധിക്കുകയില്ല. ലൻ യഖ്ലുഖു ദുബാബൻ, വലിയ ആകാശവും ഭൂമിയൊന്നും പടക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഒരു ഈച്ചയെ പടച്ചാൽ മതി, ഈച്ചയെ പടച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ, ഈ പറയുന്ന ആളുകളുടെ ദുർബലത ഒന്നുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വ ഇൻ യസ്ലുബ്ഹുമു ദുബാബു ഷൈഅൻ, ഒരു ഈച്ച പടക്കാനൊന്നും സാധിക്കുന്നില്ല, ഈച്ച നിങ്ങൾക്ക് പടക്കാനൊന്നും സാധിക്കുന്നില്ല. ആ ഈച്ച വന്നിട്ട് നിങ്ങളുടെ അടുക്കൽ നിന്നും വല്ലതും കൊണ്ടുപോകുന്ന സമയത്ത് ലാ യസ്തൻകിദൂഹു മിൻ, അതിൽ നിന്ന് ഈച്ചയിൽ നിങ്ങൾ തട്ടിപ്പറിക്കാൻ സാധിക്കും. ഈച്ച നമ്മൾ ഭക്ഷണത്തിന് ഒരു സാധനം എടുത്തുകൊണ്ടുപോകുന്ന അത്ര വേഗതയിലാണ്, അതുപോലും നമുക്ക് സാധിക്കുന്നില്ല. അത്ര ദുർബലരാണ് മനുഷ്യരെല്ലാവരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം ഇങ്ങനെ ദുർബലരായ പടപ്പുകൾക്ക് എങ്ങനെയാണ് ഇബാദത്തിനുള്ള അവകാശം ഉണ്ടാകുന്നത്? അവർക്ക് അവകാശമില്ല. അപ്പം അല്ലാഹു ആണ് എല്ലാത്തിനെയും പടച്ചത് എന്നാണ്. ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഉണ്ടായതിനു ശേഷവും
ഇന്ന് എല്ലാവരും സാങ്കേതിക വിദ്യകളും ഉണ്ട്, മനുഷ്യൻ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥയിൽ പോലും ഒരു ഈച്ചയെ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു ഈച്ചയെ പടക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ശാസ്ത്രജ്ഞൻ എത്ര വളർന്നാൽ ഒരു ഈച്ച ഉണ്ടാക്കി തന്നാൽ മതി. അവരുണ്ടാക്കും, റോബോട്ട് ഉണ്ടാക്കും. എന്താണ് റോബോട്ട് എന്ന് പറഞ്ഞാൽ? കുറേ സാധനങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ട് ഇവൻ തന്നെ ചലിപ്പിച്ചാൽ ഇവൻ തന്നെ കൊടുക്കുന്ന കമാൻഡുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു വസ്തുവാണ് റോബോട്ട് എന്ന് പറയുന്നത്. അതൊന്നും വേണ്ട, ഒരു ഈച്ച ഉണ്ടാക്കിയാൽ മതി. ഒരു ഈച്ച നിനക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. സ്വന്തമായി ചലിക്കാൻ സാധിക്കുന്ന, സ്വന്തമായി ആ രൂപത്തിൽ പാറിപ്പറക്കുന്ന ഒരു ചെറിയൊരു ഈച്ചയെ സഹോദരങ്ങളെ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്പ്രയാസം ഉണ്ടാക്കും. അവൻ പടക്കുന്നത് ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബ് സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ എന്ന് പറയുന്നത് പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പടപ്പ് എങ്ങനെയായിരുന്നു, എങ്ങനെ ഒരു ഉപ്പയില്ലാതെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ വയറ്റിൽ അത് വളർന്നു ജനിച്ചു പുറത്തു വന്നു. അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് എങ്ങനെയാണ്? ആദമിൻ്റെ അതേ ഉദാഹരണമാണ്. ആദം ഉപ്പയും ഉമ്മയും ഇല്ലാതെയാണ് ജനിച്ചത്. ഇവിടെ ഉമ്മയെങ്കിലും ഉണ്ട്. നസ്രാണികൾ അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദിവ്യത്വം പറയാൻ വേണ്ടിയിട്ട് ആളുകളെ വഞ്ചിക്കുന്ന കാര്യമാണ്. ഒരു ഉപ്പ ഇല്ലാതെയാണ് ജനിച്ചത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദൈവികമായ ശക്തിയുണ്ട് എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. എങ്കിൽ ആരാധിക്കപ്പെടാൻ കൂടുതൽ അർഹൻ ആരാണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ഉപ്പയും ഉമ്മയും ഇല്ല. അപ്പോൾ ആദമിനെയാണ് ആരാധിക്കേണ്ടത്. അതാണ് കാര്യമെങ്കിൽ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ ഖാല ലഹു കുൻ ഫയകുൻ, അല്ലാഹു ഉണ്ടാകു, കുൻ എന്ന വാക്ക് പറഞ്ഞു, അപ്പോൾ അതുണ്ടാവുകയുണ്ടായി. ഇന്നമ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. അല്ലാഹുവിൻ്റെ കാര്യം, അവനൊരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അൻ യഖൂല ലഹു, അതിനോട് കുൻ എന്ന് പറഞ്ഞാൽ മതി, ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടാവുകയായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സഹോദരങ്ങളെ എല്ലാത്തിനെയും പടക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ഇനി ഇതെല്ലാവരും, നമ്മളെല്ലാവരും മരിച്ചു മണ്ണോട് ചേർന്നാൽ പോലും ഈ ആളുകളെല്ലാം നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊണ്ടുവരും. അതും ഇതാ ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ, സൂറത്തുൻ നാസിയാത്തിൽ നമ്മൾ കേട്ടതാണ്. ഒരു ഘോര ശബ്ദം മാത്രമാണ് ഉണ്ടാവുക. ഫഇദാ ഹും ബിസ്സാഹിറ, ഭൂമുഖത്തേക്ക് മുഴുവൻ ആളുകളും അവിടെ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇൻകാനത്ത് ഇല്ലാ സൈഹത്തൻ വാഹിദ ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ, സൂറത്തു യാസീനിൽ പറഞ്ഞതുപോലെ ഒരു ഘോര ശബ്ദം മാത്രമാണ് അവിടെ ഉണ്ടാകുക, ഒറ്റ ശബ്ദം. ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ, മുഴുവൻ ആളുകളും എൻ്റെ അടുക്കൽ ഹാജരായി തീരുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പോൾ അല്ലാഹു തആലക്ക് മാത്രമാണ് എല്ലാത്തിനെയും പടക്കാൻ സാധിക്കുക, എല്ലാത്തിനെയും വീണ്ടും പരലോകത്ത് പുനഃസൃഷ്ടിക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്, അത് മറ്റൊരാൾക്കും സാധിക്കുകയില്ല. അല്ലദീ ഖലഖ ഫസവ്വ എന്നാണ് പറഞ്ഞത്. സൃഷ്ടിച്ചതിന് ശേഷം സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേറ്റവും മനോഹരമായ രൂപത്തിൽ സംവിധാനിച്ചിരിക്കുകയാണ്. അതിൽ എല്ലാം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞില്ല, അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. നമ്മൾ നേരത്തെ സൂറത്തുൽ ഇൻഫിത്താറിൽ കേട്ട കാര്യമാണ്. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളെ ശരിപ്പെടുത്തിയത്, നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റകബക, അല്ലാഹു തആല നിങ്ങളെ തർക്കീബ് ചെയ്തിരിക്കുന്നു. ഏറ്റവും മനോഹരമായ രൂപത്തിലാണ്. തലയാണ് മുകളിലുള്ളത്, അതിലാണ് കണ്ണുകളുള്ളത്, അതിലാണ് അവന് കേൾക്കാൻ പറ്റുന്ന ചെവികളുള്ളത്. ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. നെഞ്ചിവിടെയാണ്, നടക്കാനുള്ള കാല് താഴെയാണ്. അല്ലാഹു തആല ഏറ്റവും മനോഹരമായ രൂപമാണ് അവൻ്റെ പടപ്പുകളിൽ മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഓരോന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ വളരെ മനോഹരമാണ്. അല്ലെ, ചുറ്റുമുള്ള പടപ്പുകൾ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ അതുമാത്രം അല്ലാഹു തആലയെ മനസ്സിലാക്കാൻ മതിയായതാണ്. എത്ര മനോഹരമാണ്. ചെറിയ ചെറിയ പ്രാണികൾ, പൂമ്പാറ്റകൾ, അതുപോലുള്ള ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകൾ, അതുപോലെ തന്നെ വന്യജീവികൾ, ഓരോന്നും എടുത്തു നോക്കിയാൽ അതിൻ്റെ മനോഹാരിത പലപ്പോഴും നമ്മളൊക്കെ പല മൃഗങ്ങളെയും കണ്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. അത്ര കോടാനുകോടി പടപ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. ഫസവ്വ, അതിനെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ ശരിപ്പെടുത്തിയവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. വല്ലദീ ഖദ്ദറ ഫഹദ, അല്ലാഹു തആല പറയുന്നു വല്ലദീ ഖദ്ദറ ഫഹദ, എല്ലാത്തിനും വ്യവസ്ഥ നിർണയിച്ച് അതിനുള്ള ഹിദായത്ത്, മാർഗദർശനം നൽകിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വല്ലദീ ഖദ്ദർ, എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെയും സൃഷ്ടിക്കുമ്പോൾ അതിനൊരു വ്യവസ്ഥയുണ്ട്. അതിന് ഇത്ര സമയമുണ്ട്, ഇതിന് ജീവിക്കാൻ ഇങ്ങനെയാണ് ഉണ്ടാകുക, ഈ രൂപത്തിലായിരിക്കും ഉണ്ടാകുക. എല്ലാം വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത്. വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ, അല്ലാഹു എല്ലാത്തിനെയും പടക്കുകയും അതിന് കൃത്യമായൊരു തഖ്ദീർ, അതിനൊരു വ്യവസ്ഥിതി, നിർണയമായ ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പടപ്പുകൾക്കെല്ലാം നൽകിയിട്ടുണ്ട്. ഫഹദ, അതേപോലെ മാർഗദർശനം നൽകിയെന്നാണ്. അപ്പോൾ മാർഗദർശനം നൽകി എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഹിദായത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഹിദായത്ത് പ്രാപഞ്ചികമായ ഹിദായത്തുണ്ട്, അൽ ഹിദായത്തുൽ കൗനിയ, അത് മുഴുവൻ മനുഷ്യർക്കും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മുഴുവൻ പടപ്പുകൾക്കും ലഭിക്കുന്നതാണ്.
മുഴുവൻ മൃഗങ്ങൾക്കൊക്കെ അതിൻ്റെ ഹിദായത്ത് നമ്മൾ ഓരോന്നും മനസ്സിലാക്കി നോക്കിയാൽ എങ്ങനെയാണ് പ്രസവിച്ച ഉടനെ തന്നെ ചെറിയൊരു പശുക്കുട്ടി അതിനിങ്ങനെ പാല് കുടിക്കാൻ ഈ അകിടിലേക്ക് വരണമെന്ന് ആരാണ് ഹിദായത്ത് കൊടുത്തത്? ഇതിനാരാണ് പഠിപ്പിച്ചു കൊടുത്തത്? ഒന്നും അറിയില്ല, ജനിച്ചു വീണിട്ടേ ഉള്ളൂ. അന്ന ദിവസം തന്നെ അത് പാല് കുടിക്കുന്നത് കാണുന്നുണ്ട്. ഇനി ചെറിയ കുട്ടികൾ അത് ഉമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നത് എങ്ങനെയാണ്? ഓരോന്നും എടുത്തു നോക്കിയാൽ സഹോദരങ്ങളെ അത്ഭുതകരമായ ലോകമാണ്. ഒരു ചെറിയ ഉറുമ്പിൻ്റെ ഓരോത്തിൻ്റെയും ചരിത്രം നമ്മൾ നോക്കിയാൽ ഓരോന്നിൻ്റെയും പ്രത്യേകമായി നമ്മൾ പഠിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ഉറുമ്പിൻ്റെ ലോകം ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി. ഉറുമ്പെന്ന് പറയുന്നത് അതെല്ലാ സമയത്തും ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ മഴക്കാലം വരുന്ന സമയത്ത്, വെള്ളമുണ്ടാകുന്ന സമയത്ത് അത് നേരത്തെ തിരിച്ചറിയാണ് ഈ സമയമാകുമ്പോൾ വെള്ളം വരും. അങ്ങനെ അത് അതിൻ്റെ വീടുണ്ടാക്കുന്നത് ഉയർന്ന സ്ഥലങ്ങളിലാണ്. ആ സമയത്ത് താഴെ ഉണ്ടാക്കുകയില്ല, കാരണം അത് വെള്ളത്തിൽ ഒലിച്ചു പോകും, അതിനറിയാവുന്നതാണ്. അതുപോലെ തന്നെ ആ സമയത്ത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മാളത്തിൽ ഉണ്ടാക്കുന്ന ആ മാളത്തിൽ ഒളിച്ചിരിക്കുക എന്നുള്ളതല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. കാരണം ഒരു തുള്ളി വെള്ളം വീണ ഉറുമ്പ് മരിച്ചു. അപ്പോൾ ഉറുമ്പ് അത്രയും മാസം, മഴക്കാലം തീരുന്നത് വരെ അത്രയും ദിവസങ്ങൾ ജീവിക്കാനുള്ള അരികൾ എന്ത് ചെയ്യും? അതവിടെ കൊണ്ടുവെക്കുകയാണ്, അല്ലെങ്കിൽ ധാന്യങ്ങൾ അവിടെ കൊണ്ടുവെക്കുക, എന്നിട്ട് അത് തിന്ന് ഭക്ഷിക്കുക. ഓരോ ദിവസവും അത് ഭക്ഷിക്കാൻ സാധിക്കുകയില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ഉറുമ്പ് ഇത്ര വലിയ അരി ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അതിന് തിന്നാൻ സാധിക്കുകയില്ല. അത് കുറച്ചാണ് തിന്നുക. അതുകൊണ്ട് അതിൻ്റെ അഗ്രഭാഗം അത് കടിച്ചു വെക്കുമെന്നാണ്. കാരണം ഈ ധാന്യങ്ങളുടെ അഗ്രഭാഗം കടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ അത് മുളച്ചു പോകും. അത് മുളച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉറുമ്പിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. പിന്നീട് ഉറുമ്പിനെ തിന്നാൻ കഴിയില്ല. ഒരു ധാന്യം മുളച്ചു കഴിഞ്ഞാൽ, ഒരു പയറ് അത് മുളച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പിനേക്കാളും എത്രയോ വലുതായി അത് തീരും. ഉറുമ്പിന് അതിൽ നിന്ന് ഒന്നും പിന്നെ തിന്നാൻ സാധിക്കില്ല. എന്നാൽ പിന്നെ എല്ലാം ഉറുമ്പിന് ഒരുമിച്ച് തിന്നാൻ സാധിക്കില്ല. അപ്പം എല്ലാത്തിനും അതൊന്ന് കടിച്ചു വെക്കുമെന്നാണ് അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയാം. അപ്പം അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മനസ്സിലാക്കി കൊടുക്കുന്നത്. അല്ലാതെ ഈ ഉറുമ്പിന് എങ്ങനെ അറിയാം ഇതിങ്ങനെ വളർന്നു വരും എന്നാരാണ് പഠിപ്പിച്ചു കൊടുത്തത്? സഹോദരങ്ങൾ, ഇത്രയും മനോഹരമായ ഇനി തേനീച്ചകളുടെ അത്ഭുത ലോകം എടുത്തു നോക്കിയാൽ അതിൻ്റെ ആൺതേനീച്ചക്ക് അതിൻ്റെതായ പണിയുണ്ട്, പെൺതേനീച്ചക്ക് അതിൻ്റെതായ പണിയുണ്ട്. അതിൻ്റെയൊക്കെ വളരെ കൃത്യമായി പഠിച്ചിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരാളും ഇതിന് ഈ പറയുന്ന പ്രാപഞ്ചിക ദൃഷ്ടാന്തം ഇതിന് നൽകിയിട്ടില്ല. പ്രാപഞ്ചികമായ ഹിദായത്ത്, അള്ളാഹുവിൻ്റെ സംവിധാനങ്ങൾ മറ്റൊരാളും അത് നൽകിയിട്ടില്ല. അള്ളാഹുവാണ് അതിനെല്ലാം മാർഗദർശനം നൽകിയത്. ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ്, അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, അവൻ എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അവൻ സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു തആലയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഹിദായത്ത് അങ്ങനെ പ്രാപഞ്ചികമായ എല്ലാത്തിനും ഹിദായത്തുണ്ട്. സൂര്യചന്ദ്ര ലതാദികളെല്ലാം തന്നെ അതിൻ്റെ കൃത്യമായ ഭ്രമണപഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇനി അൽ ഹിദായത്തുൻ ശർഈയായ ഹിദായത്തുണ്ട്, സന്മാർഗമുണ്ട്. ഇതാണ് നമ്മൾ ഇന്നും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഈ ഹിദായത്ത് തന്നെ 2 രൂപത്തിലുണ്ട്. ഹിദായത്തുൻ അത്തൗഫീഖ് വൽ ഇർഷാദ്, ഹിദായത്തുൽ ഇർഷാദി വൽ ബയാൻ വൽ ഹിദായത്തുൽ തൗഫീഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും സത്യവും അസത്യവും മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ വേദഗ്രന്ഥം ഇറക്കി കൊടുത്തുകൊണ്ട് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലേക്കുള്ള മാർഗം വ്യക്തമാക്കി കൊടുക്കും. അതിനാണ് അമ്പിയാക്കൾ, അതിനാണ് വേദഗ്രന്ഥം, അതിനാണ് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനുള്ള ഖൽബും തലച്ചോറും ഒക്കെ അല്ലാഹു തആല നൽകിയത് അതിനു വേണ്ടിയിട്ടാണ്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിദായത്തുൽ ഇർഷാദാണ്, മാർഗം കാണിച്ചു കൊടുക്കുക. പക്ഷേ ഹിദായത്തു തൗഫീഖ് ലഭിക്കുന്നത് അത് ഉൾക്കൊള്ളാനും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്തിലേക്ക് മടങ്ങാനും അവൻ്റെ യഥാർത്ഥ ദീനിലേക്ക് മടങ്ങാനും സാധിക്കുക അത് അള്ളാഹു ഉദ്ദേശിച്ച ആ യോഗ്യതയുള്ള കൽബുകൾക്ക് മാത്രമാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് അത് ലഭിക്കണം. അതാണ് നമ്മൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നെപ്പോഴും അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നത്. സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് നിസ്സാരമായ കാര്യമല്ല. ഈ കാണുന്ന എല്ലാ ളലാലത്തുകളിൽ നിന്നും ഇസ്ലാം ശരിയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഹിദായത്ത് നമുക്ക് കിട്ടണം, അള്ളാഹിൻ്റെ തൗഫീഖ് കിട്ടണം. ഇനി ഇസ്ലാമിൽ തന്നെ വ്യത്യസ്തങ്ങളായ കക്ഷികളിൽ നിന്നും യഥാർത്ഥ കക്ഷി ഏതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫിർഖത്തുൻ നാജി ഏതാണ്, വിജയിച്ച കക്ഷി ഏതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? ഹിദായത്ത് അത്യാവശ്യമാണ്. ഇനി ഈ മാർഗത്തിൽ നിന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണോ? അല്ല, ഈ മാർഗത്തിൽ തെറ്റിച്ച് കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, തിന്മകളുണ്ട്. ഈ മാർഗത്തിൽ നിന്നും നമ്മെ തെറ്റിച്ച് കളയുന്ന മഅസിയത്തുകളും ബിദ്അത്തുകളും അനവധിയാണ്. ഇതിൽ നിന്നെല്ലാം ഉറച്ചു നിന്നുകൊണ്ട് തെറ്റിപ്പോകാതെ മരണം വരേക്കും ഹിദായത്ത് നമുക്ക് അത്യാവശ്യമാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലദീ ഖദ്ദറ ഫഹദ. അള്ളാഹുവാണ് എല്ലാത്തിനെയും വ്യവസ്ഥ നിർണ്ണയിക്കുകയും അങ്ങനെ ഹിദായത്ത് നൽകുന്നവരും അള്ളാഹു തആലയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, അള്ളാഹുവാണ് ഹിദായത്ത് നൽകുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഹിദായത്ത് നൽകുന്നത് എന്ന് നമുക്ക് ഉറച്ച ബോധ്യം വേണം. എന്തെല്ലാം കാരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായാലും, എന്തെല്ലാം ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചുറ്റും നമുക്ക് വന്നാലും അള്ളാഹു തആല മാത്രമാണ്
നമ്മെ എന്ത് ചെയ്യുന്നത്, ഹിദായത്തിലാക്കുന്നത് എന്നാണ്. അത്തരത്തിൽ ചില പ്രാപഞ്ചികമായ ഹിദായത്തിന് ശേഷമുള്ള 2 ആയത്തിൽ പറയുന്നു, വല്ലദി അഖ്റജൽ മർഅ ഫജഅലഹു ഗുസാഅൻ അഹ്വ, മേച്ചിൽപ്പുറങ്ങൾ ഉൽപ്പാദിപ്പിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആകാശത്ത് നിന്നും മഴ പെയ്യിച്ചുകൊണ്ട് ഉണങ്ങിപ്പോയ ഭൂമി, വരണ്ടുണങ്ങിയ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുണ്ടാക്കുകയാണ്, അവിടെ മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാക്കുകയാണ്. കാലികൾക്കും അതുപോലെ മനുഷ്യർക്കും, മതാഅൻ ലക്കും വലി അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും മതാ ആയിക്കൊണ്ട്, അവർക്കുള്ള വിഭവമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, ഈ രൂപത്തിൽ മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാകുകയാണ്. ഫജഅലഹു ഗുസാഅൻ അഹ്വ, എന്നിട്ട് പിന്നീട് അതിനെ ഉണങ്ങിക്കരിഞ്ഞ ചവറാക്കി തീർത്തവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. ഇതിങ്ങനെ ഈ രൂപത്തിൽ ജനിക്കുന്നു, ഇത് ഈ രൂപത്തിൽ അത് മഞ്ഞ നിറം പൂണ്ട് അത് കത്തിയെരിഞ്ഞ് അതില്ലാതായിത്തീരുന്നു, ചവറായി പോകുന്നു. ഇതുപോലെയാണ് മനുഷ്യ ജീവിതം. ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ചുറ്റുമുള്ള ഒരുപാട് പടപ്പുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി നൽകുന്നുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന വാക്കാണ് സനുഖരിഉക ഫലാ തൻസ ഇല്ലാ മാ ഷാ അല്ലാഹ് ഇന്നഹു യഅലമുൽ ജഹറ വമാ യഖ്ഫ. സനുഖരിഉക ഫലാ തൻസ, നബിയെ താങ്കൾക്ക് ഞാൻ ഓതിത്തരാം, താങ്കളൊന്നും മറന്നു പോകുകയില്ല. ഇല്ലാ മാ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. ഇന്നഹു യഅലമുൽ ജഹറ വമാ യഖ്ഫ, നീ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് സനുഖരിഉക ഫലാ തൻസ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനുമായി അത് പാരായണം ചെയ്തു കൊടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറന്നു പോകുമോ എന്ന് ഭയപ്പാടുണ്ടായിരുന്നു. അതാണ് സൂറത്തുൽ ഖിയാമയിലും അല്ലാഹു തആല പറഞ്ഞത്, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി, നീ നിന്റെ നാവ് വേഗത്തിൽ ചലിപ്പിക്കേണ്ടതില്ല, അത് ധൃതി കൂട്ടേണ്ടതില്ല. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന, തീർച്ചയായും ഈ ഖുർആൻ അത് പാരായണം ചെയ്യുകയും അത് കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ്. എൻ്റെ ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന, താങ്കൾക്ക് ജിബ്രീൽ ഓതി തന്നാൽ അതിനെ പിന്തുടരുക. സുമ്മ ഇന്ന അലൈന ബയാന, പിന്നീട് അത് വിശദീകരിക്കേണ്ട ബാധ്യതയും നമ്മുടേതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് നബിയെ സമാധാനിപ്പിക്കുകയാണ്, സനുഖരിഉക, ഞാൻ നിനക്ക് ഓതിത്തരും, ഫലാ തൻസ, നീ അത് മറന്നു പോകുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലാ മാ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. പണ്ഡിതന്മാർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറവി 2 രൂപത്തിലുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിക്കൊടുത്ത ആയത്തുകൾ മറന്നിട്ട് പെട്ടെന്ന് തന്നെ അല്ലാഹു തആല എന്ത് ചെയ്യും, അത് ഓർമ്മിപ്പിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വഹാബികൾക്ക് ഓതിക്കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. അല്ല, ഒരിക്കൽ നിസ്കാരത്തിൽ മറന്നുപോയപ്പോൾ അവിടെ നിന്ന് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനാണ്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, ഇന്നമാന ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, ഞാൻ മറന്നുപോകും. അങ്ങനെ നിസ്കാരം മറന്നുപോയത് 4 റക്അത്തുള്ളത് 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അബ്ദാണ്, അടിമയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല അത്തരത്തിലുള്ള മാനുഷികമായ ചില കുറവുകളും അവിടുത്തെ ജീവിതത്തിൽ ബാക്കി വെച്ചത്. മാനുഷികമായ പരിഗണനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്. അതുകൊണ്ട് ഞാൻ ഓതിത്തരാം എന്ന് പറയാൻ. രണ്ടാമത്തത് പണ്ഡിതന്മാർ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആയത്തുകൾ എന്ത് ചെയ്യും, അത് നസ്ഖ് ചെയ്യും. നസ്ഖ് 2 രൂപത്തിലുണ്ട്, ദുർബലപ്പെടുത്തും. ചിലത് ഖുർആനിൽ അതിൻ്റെ ആയത്ത് ബാക്കിയുണ്ടാകും, പക്ഷെ അതിൻ്റെ വിധി ബാക്കി ഉണ്ടാവുകയില്ല. എന്നാൽ വേറെ ചിലത് ആയത്തോ വിധിയോ ഒന്നും തന്നെ ബാക്കി ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി അത് ഖുർആനിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടാകും. യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അല്ലാഹു മായ്ച്ചു കളയും, അല്ലാഹു ഉദ്ദേശിച്ച് കളയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തുകയും ചെയ്യും. അപ്പോൾ പിന്നീട് എന്തിനാണ് അന്ന് ഇറക്കിയത്, അല്ലാഹു തആലക്ക് അതിനറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിൻ്റെ ഹിക്മത്ത് അറിയാം. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ യഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ, ഏതെങ്കിലും ഒരു ആയത്ത് നാം ദുർബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, താങ്കളെ മറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ, ഒന്നുകിൽ അതുപോലത്തേത് ഞാൻ വേറൊരു ആയത്ത് കൊണ്ടുവരും, ഒന്നുകിൽ അതുപോലത്തേത് വേറെ കൊണ്ടുവരും, അല്ലെങ്കിൽ അതിനേക്കാളും ഹൈറായ ഒരു ആയത്ത് വേറെ കൊണ്ടുവരും. അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുവിന് എല്ലാത്തിനും കഴിവുണ്ടെന്ന് താങ്കൾക്കറിയില്ല നബിയെ. അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം മുഴുവനും അല്ലാഹുവിനാണെന്ന് അറിയില്ല നബിയെ. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അല്ലാഹുവിന് പുറമെ ഒരു രക്ഷാധികാരി, ഒരു സഹായിയോ നിങ്ങൾക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറന്നുപോകും. ചിലത് പെട്ടെന്ന് തന്നെ തിരിച്ച് ഓർമ്മിച്ച് കൊണ്ടുവരും. വേറെ ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കും മറന്നുപോകാൻ ഉദ്ദേശിച്ചതാണ്, ദുർബലപ്പെടുത്താൻ ഉദ്ദേശിച്ചതാണ്. അത് അങ്ങനെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഇന്നഹു യഅലമുൽ ജഹറ വമാ യഖ്ഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമുൽ ജഹർ, നിങ്ങൾ പരസ്യപ്പെടുത്തുന്നത് അറിയുന്നതാണ്. വമാ യഖ്ഫ, നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും അറിയുന്നതാണ്. പരസ്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ മാ യജ്ഹറു ബിഹി അൽ ഇൻസാനു വയതകല്ലമു ബിഹി മസ്മൂഅൻ, ആളുകൾ കേൾക്കെ പറയുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. വമാ യഖ്ഫ,
ആളുകൾ കേൾക്കാതെ മായ കുനു ഖഫിയൻ ലാ യദ്ഹർ ഫഇന്നല്ലാഹ യഅലമുഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നതാണ്. കമാ ഖാല തആല, അല്ലാഹു സൂറത്തുൽ ഖാഫിൽ പറഞ്ഞതുപോലെ വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യരെ പടച്ചത്, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവൻ്റെ നഫ്സ് മന്ത്രിക്കുന്നത് എന്താണ് എന്നതുപോലും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാൻ സാധിക്കും എന്ന് അല്ലാഹു തആല പറയാണ്. എന്നിട്ട് പറഞ്ഞു വനുയസ്സിറുക ലിൽ യുസ്ര, നബിയെ താങ്കൾക്ക് ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് ഞാനിതാ താങ്കൾക്ക് ആ എളുപ്പം നൽകുന്നതായിരിക്കും. ഏറ്റവും എളുപ്പമുള്ളതിലേക്ക്, കൂടുതൽ സൗകര്യമുള്ളതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല താങ്കളെ നയിക്കുന്നതായിരിക്കും എന്ന് പറയാൻ. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെല്ലാം പ്രയാസമുണ്ടായിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ സാന്ത്വനിപ്പിക്കുന്ന വാക്കാണ്. ഒരുപാട് പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞതുപോലെ എളുപ്പത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്തിച്ചു. വനുയസ്സിറുക ലിൽ യുസ്ര, അതുപോലെ അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഓരോരുത്തർക്കും എളുപ്പമുണ്ടാകുക അവരെന്തൊന്നിലേക്കാണോ അവരുടെ ഖൽബ് ആഗ്രഹിക്കുന്നത് എന്നതിലേക്കായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഒരിക്കൽ നിങ്ങളെല്ലാവരുടെയും മഖഅദ്, ഇരിപ്പിടം ഒന്നുകിൽ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ നരകത്തിലാണ്, ഇത് എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി സ്വഹാബികളോട്. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫലാ നദഉൽ അമൽ വനത്തക്കിൽ, നമ്മളതിനെ അമൽ ചെയ്യുന്നതൊക്കെ ഉപേക്ഷിക്കട്ടെ, കാരണം നമ്മളെ സ്വർഗവും നരകവും ഒക്കെ എഴുതപ്പെട്ടതാണ്. അതിലെ ഓരോരുത്തരുടെയും സീറ്റ് പോലും, എവിടെയാണ് അവർ സ്വർഗത്തിൽ പോയി ഇരിക്കുക, എവിടെയാണ് അവർക്ക് നരകത്തിൽ സ്ഥാനമുണ്ടാകുക, അതുപോലും എഴുതപ്പെട്ടതാണ്. സ്വഹാബികൾ പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ അമലുകളൊക്കെ നിർത്തി ഇതിൽ ഇത്തിഖാല് ചെയ്ത് ഇതിൽ നമ്മൾ വരമേൽപ്പിച്ചിരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അങ്ങനെയല്ല, ഇഅ്മലു ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്, നിങ്ങൾ ഓരോരുത്തരും അമൽ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിലേക്കാണോ നിങ്ങൾ എളുപ്പമാക്കിയിട്ടുള്ളത് അതിലേക്ക് അവൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരുന്നതാണ്. ഫഅഹ്ലു സആദതി യുയസ്സിറൂന ലിഅമലി അഹ്ലി സആദ, സൗഭാഗ്യമുള്ള ആളുകൾക്ക്, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗം ഒരുക്കിയിട്ടുള്ള ആളുകൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പം നൽകും. വഅഹ്ലു ശഖാവതി യുയസ്സിറൂന ലിഅമലി അഹ്ലി ശഖാവ, ദൗർഭാഗ്യവാന്മാരായ നരകക്കാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പണിയാണ് എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി തന്നിരിക്കുന്നു. സത്യത്തിൻ്റെ മാർഗവും ബാത്തിലിൻ്റെ മാർഗവും മനസ്സിലാക്കി തന്നിരിക്കുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് യാതൊരു തടസ്സവുമില്ല. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു തടസ്സവും നമുക്ക് സൃഷ്ടിച്ചിട്ടില്ല. അല്ലാഹു തആല ഒരു തിന്മ പോലും ചെയ്യാൻ നമ്മളെ നിർബന്ധിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇതെല്ലാം എഴുതിയതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, നമുക്ക് വരമേൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഏതുപോലെ നമ്മൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സ്വർഗ്ഗ നരകം എഴുതിയതുപോലെ തന്നെ നമ്മുടെ ഓരോ അരിമണിയും റിസ്ക്കും അല്ലാഹു സുബ്ഹാനഹു വതആല എഴുതിയിട്ടുണ്ട്. ആരും എന്ത് ചെയ്യില്ല, അള്ളാഹുവിൻ്റെ റിസ്ക് എഴുതിയതാണ്, അതുകൊണ്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും വീട്ടിനകത്ത് കൊട്ടിയടച്ച് ഇരിക്കുകയില്ല. ഇരുന്നാൽ തന്നെ ഒന്ന് വിശക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും. കാരണം അതിൻ്റെ സബബുകൾ തേടേണ്ടതുണ്ട്. അല്ല, അവനൊരു സൗജന്യമായിട്ടാണ് ഭക്ഷണം കിട്ടണതെങ്കിൽ പോലും അത് കിട്ടുന്നിടത്തേക്ക് പോകുക എന്നുള്ള ബുദ്ധി അവനെന്ത് ചെയ്യും, പ്രയോഗിക്കും. ഇത് തന്നെയാണ് ദീൻ. നമ്മൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എന്നതാണ് സൽക്കർമ്മം. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറപ്പെടണം, അത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. എങ്കിലാണ് അതിനപ്പുറത്തേക്ക് സ്വർഗ്ഗം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെ, സ്വർഗ്ഗത്തിലേക്ക് ഇന്നയാളുണ്ട് എന്ന് പറയുമ്പോൾ അതിനിടയിൽ ഒന്നും എഴുതാതെയല്ല അയാൾക്ക് സ്വർഗ്ഗം എഴുതപ്പെടുന്നത്. അയാൾ ഇന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് 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 അയാളുടെ നന്മകളെക്കാളും അയാളുടെ തിന്മകൾ തുലാസിൽ ഭാരം തൂങ്ങി, അങ്ങനെ അയാൾക്ക് വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച് അങ്ങനെയാണ് അയാൾ സ്വർഗ്ഗത്തിലൂടെ സിറാത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത് എന്നാണ് എഴുതപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. എങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനപ്പുറത്തേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ള സങ്കേതം സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ നരകത്തിൻ്റെ വഴിയിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. കാരണം ആ വഴിയിലേക്ക് പ്രവേശിച്ച് തിന്മകൾ ചെയ്താൽ ആ തിന്മകൾ ചെയ്ത് ഇന്ന തിന്മകൾ ചെയ്ത് അതിനപ്പുറത്താണ് അവൻ നരകത്തിലേക്ക് എത്തുക. അതുകൊണ്ട് ഏതാണ് നമുക്ക് എഴുതിയതെന്ന് അറിയില്ല. അതുകൊണ്ട് സൽക്കർമ്മങ്ങളുടെ പാതയിൽ പ്രവേശിച്ച്, സൽക്കർമ്മങ്ങളുടെ വഴിയിൽ പ്രവേശിച്ച് നമ്മൾ അതിലേക്ക് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കൊരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തടസ്സങ്ങൾ ഉണ്ടായാൽ, രോഗമോ മറ്റോ കൊണ്ടുണ്ടായാൽ അല്ലാഹു തആല അതിന് പ്രതിഫലം നമുക്ക് നൽകുക, അല്ലെ, പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുക. അതേപോലെ തന്നെ ഒരു തിന്മയും നമ്മൾ നിർബന്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ തിന്മ നിർബന്ധപൂർവ്വം ചെയ്യേണ്ടി വന്നാൽ അതിന് കുറ്റം പോലുമില്ല. അത് കുഫറാണെങ്കിൽ പോലും, കുഫറിൻ്റെ ഒരു വാക്കാണെങ്കിൽ പോലും നിർബന്ധ സാഹചര്യത്തിൽ ഒരാൾക്ക് പറയേണ്ടി വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ പേരിൽ അവന് കുറ്റം നൽകാത്തത് എന്താണ്? അല്ലാഹു തആല അങ്ങനെ നിർബന്ധപൂർവ്വം ഒരാളെയും എന്ത് ചെയ്തിട്ടില്ല,
നിർബന്ധപൂർവ്വം ഒരാളെ നരകത്തിലാക്കുക, നിർബന്ധപൂർവ്വം ഒരാൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം നൽകാതെ അവർ സ്വർഗം നിഷിദ്ധമാക്കുക. ഇല്ല, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവൻ്റെ വിശ്വാസത്തിന് ശേഷം അവിശ്വസിച്ചാൽ, എന്നാൽ അവിടെ നരകം കിട്ടുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്, വലഹും അദാബുൻ അളീം എന്ന് അവസാനം പറയാണ്. പക്ഷേ അതിനിടയിൽ പറഞ്ഞു ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. ആരെങ്കിലുമൊക്കെ നിർബന്ധിക്കപ്പെട്ട് അവൻ്റെ കൽബാകട്ടെ ഈമാനിൽ ആണുള്ളത്. വിശ്വാസം കൽബിലുണ്ട്, പക്ഷേ നിർബന്ധിക്കപ്പെട്ടതിൻ്റെ പേരിൽ കൊന്നുകളയും. ഇങ്ങനെ വിളിച്ചു പറയണം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അളവ് നൽകിയിട്ടുള്ള കാര്യമാണ്. നിന്റെ നാവ് കൊണ്ട് മനസ്സിലില്ലാത്ത കാര്യം നിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി നീ പറയാവുന്നതാണ്. കാരണം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല, അത് അല്ലാഹു തആല പരിഗണിക്കില്ല. അതുകൊണ്ട് നിർബന്ധപൂർവ്വം ഒരു തിന്മയും അല്ലാഹു തആല നമ്മെ ചെയ്യിപ്പിക്കുന്നില്ല. നന്മകൾ ചെയ്യാനുള്ള ഒരു തടസ്സവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. എല്ലാത്തിനും അല്ലാഹു തആല എളുപ്പമാക്കിയിട്ടാണുള്ളത്. വ നുയസ്സിറുക ലിൽ യുസ്ര, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ എളുപ്പമുള്ളതിലേക്ക് നിനക്ക് സൗകര്യം ചെയ്തു തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. പിന്നീട് പറഞ്ഞു ഫദക്കിർ ഇൻ നഫഅത്തി ദിക്ര, അതിനാൽ നീ ഉപദേശം ഫലപ്പെടുന്നെങ്കിൽ ഉപദേശിച്ചു കൊള്ളുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്ത രൂപങ്ങളിലുള്ള വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. ചിലർ പറഞ്ഞു നീ എവിടെയാണ് ഉപദേശിക്കേണ്ടത്, ഫി മഹല്ലിൻ തൻഫഉ ഫീഹി ദിക്ര, ഉപദേശം ഫലിക്കുന്ന സ്ഥലത്ത് നീ ഉപദേശിച്ചാൽ മതി. ഒരു വിഭാഗം ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ സ്വീകരിക്കുകയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ പോയി നീ ഉപദേശിക്കേണ്ടതില്ല. സ്വീകരിക്കുന്ന ആളുകളുണ്ട് ഇപ്പുറത്ത്, അവിടെ നീ ഉപദേശം നൽകിയാൽ മതി എന്നതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വേറെ ചിലർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, ദക്കിർ അല കുല്ലി ഹാൽ, നീ എല്ലാ അവസ്ഥയിലും നീ എന്ത് ചെയ്യുക, ഉപദേശിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിയെ എന്ത് ചെയ്യും, അവർക്ക് ചിലപ്പോൾ ഹിദായത്ത് നൽകിയേക്കും, പിന്നീട് അവർക്ക് ഹിദായത്ത് നൽകിയേക്കും. ഇവർ ചിലപ്പോൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ടാവില്ല, എങ്കിലും അവർക്ക് ഉപദേശം നൽകിയേക്കുക, അവർ പിന്നീട് ഹിദായത്തിലാക്കി അയക്കും. അതേപോലെ തന്നെ ഉപദേശിക്കുന്നവനത് പ്രതിഫലാർഹമായ കാര്യമാണ്. അവർ സ്വീകരിച്ചാലും ശരി, സ്വീകരിച്ചിട്ടില്ലെങ്കിലും ശരി, നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വേളയിലും ഉപദേശിക്കാൻ സാധിക്കുന്നിടത്ത് ഉപദേശിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഒരു വേള പിന്നീട് ജനങ്ങൾ പറഞ്ഞേക്കാം അതൊരു തെറ്റായിരുന്നെങ്കിൽ ഇവിടെയുള്ള പണ്ഡിതന്മാർ അത് തെറ്റാണെന്ന് പറഞ്ഞു തരുമായിരുന്നല്ലോ എന്നൊരു പക്ഷെ ജനങ്ങൾ അവരുടെ തെറ്റിനെ ന്യായീകരിച്ചേക്കാം. അവർ ചിലപ്പോൾ അത് പെട്ടെന്ന് മാറുമൊന്നുണ്ടാവില്ല, പക്ഷേ പിൽക്കാലത്ത് അവർ തെറ്റ് ന്യായീകരിച്ചേക്കാം. നമ്മൾ പറയാതെ നിന്നാൽ ഇവർ ഉപദേശം സ്വീകരിക്കുകയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു വിഭാഗത്തോട് എന്തെങ്കിലുമൊക്കെ തിന്മകൾ കണ്ടാൽ പറയാതിരുന്നാൽ ഒരു വേള അവർ വെറുക്കുന്ന പണ്ഡിതന്മാരെ തന്നെ അവർ ഒരു വേള എന്ത് ചെയ്യും, അവരവരുടെ തിന്മകൾക്ക് ന്യായമായി കണ്ടെത്തും. കാരണം ഇതൊരു തിന്മയായിരുന്നെങ്കിൽ അയാൾ അല്ലെങ്കിൽ ഇവിടെയുള്ള പണ്ഡിതന്മാർ അതിനെതിർക്കുമായിരുന്നു. ഇതൊരു നിർബന്ധമായി ചെയ്യേണ്ട നന്മയായിരുന്നെങ്കിൽ ഇവിടെയുള്ള പണ്ഡിതന്മാർ, അറിവുള്ളവർ അത് കൽപ്പിക്കുമായിരുന്നു എന്നവർ അവർക്ക് തന്നെ എന്ത് ചെയ്യും, അവരുടെ തിന്മകൾക്ക് ന്യായമായി പറയും. അതുകൊണ്ട് ഏതൊരവസ്ഥയിലും നമ്മൾ എന്ത് ചെയ്യുക, ഉപദേശം നൽകുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് പറയുന്നത്. ഫദക്കിർ ഇൻ നഫഅത്തി ദിക്ര, അതിനാൽ ഉപദേശം ഫലപ്പെടുന്നെങ്കിൽ നീ ഉപദേശിച്ചു കൊള്ളുക, മുഅ്മിനീങ്ങൾക്ക് അത് ഉപദേശം ഫലിക്കുന്നതായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ആ ഉപദേശം നമ്മൾ നൽകിയാൽ രണ്ടു വിഭാഗം ജനങ്ങളുണ്ടാകും. സയദ്ദക്കറു മൻ യഖ്ശാ വയതജന്നബുഹൽ അഷ്ഖ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിക്കുന്നതാണ്. സയദ്ദക്കറു മൻ യഖ്ശ, അള്ളാഹിനെ ഭയപ്പെടുന്ന ആളുകളുണ്ടാവും. അത്തരം ഭയപ്പെടുന്ന കൽബുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകൾ കേട്ടുകഴിഞ്ഞാൽ, അവൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അവർ ബധിരന്മാരും അന്ധന്മാരുമായി അതിനെതിരെ തിരിഞ്ഞു കളയുകയില്ല. മറിച്ച് അവർ അവരുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൽബുകൊണ്ടും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞല്ലോ ഇബാദുർ റഹ്മാനിൻ്റെ വിശേഷണമായിട്ട്, വല്ലദീന ഇദാ ദുക്കിറു ബി ആയാത്തി റബ്ബിഹിം, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ കൊണ്ട് അവരെ ഉപദേശിക്കപ്പെട്ടാൽ ലം യഖിറു അലൈഹ സുമ്മ വഉമിയാന, അവർ അവരുടെ അന്ധത, അവരുടെ കണ്ണുകൊണ്ടോ അതുപോലെ തന്നെ അവരുടെ കാഴ്ച കൊണ്ടോ കണ്ണുകൊണ്ടോ അവരെന്ത് ചെയ്യില്ല, അതിനെതിരെ അവർ നിൽക്കുകയില്ല. അവർ കണ്ണും ചെവിയൊക്കെ അടച്ചിട്ട് കേൾക്കാത്തതുപോലെ കാണാത്തതുപോലെ എത്ര വ്യക്തമായി കാണിച്ചു കൊടുത്താലും എത്ര വ്യക്തമായി കേൾപ്പിച്ചു കൊടുത്താലും ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്ന സ്വഭാവം ഇബാദുർ റഹ്മാൻ ഉണ്ടാവുകയില്ല. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് കേട്ട് കഴിഞ്ഞാൽ അതിലേക്ക് മടങ്ങും. എത്ര വലിയ തിന്മകളിലാണെങ്കിലും അതിലേക്ക് മടങ്ങുന്നവരായിരിക്കും. അതുകൊണ്ട് സയദ്ദക്കറു മൻ യഖ്ശ, ഉപദേശം കൊടുക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ആ ഉപദേശം സ്വീകരിക്കുന്നതാണ്. അതേപോലെ വയതജന്നബുഹൽ അഷ്ഖ, ഏറ്റവും നിർഭാഗ്യവാന്മാരായിട്ടുള്ളവർ ആ ഉപദേശത്തെ വിട്ടകന്നു പോകുന്നതാണ്. അവരത് സ്വീകരിക്കുകയില്ല. എത്ര ഉപദേശം കൊടുത്താലും സ്വീകരിക്കാതെ നിൽക്കുന്നൊരു വിഭാഗം ഉണ്ടാകും. നമ്മൾ എത്ര നസീഹത്തോടെ എത്ര ഗുണകാംക്ഷയോടുകൂടി പറഞ്ഞാലും സഹോദരങ്ങളെ അത് സ്വീകരിക്കാത്ത ആളുകളുണ്ടാകും. അവർ ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാരാണ്
എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപകരിക്കുന്ന എന്തുപദേശങ്ങൾ കേട്ടാലും ആരിൽ നിന്ന് കേട്ടാലും അത് സ്വീകരിക്കണം. നമുക്ക് ഉപകരിക്കുന്ന ഉപദേശമാണ്, നമ്മുടെ അടുക്കലുള്ള ഒരു തെറ്റാണ്, അത് നമുക്ക് ഇഷ്ടമല്ലാത്ത ആൾ പറഞ്ഞു തന്നാലും അത് സ്വീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അത് ഇഷ്ടമല്ലാത്ത ഒരാൾ പറഞ്ഞു തന്നാലും നമ്മുടെ അടുക്കലുള്ള ഒരു തെറ്റിനെ ഒരാൾ പറഞ്ഞു തന്നാൽ, തെളിവോടുകൂടി സ്ഥാപിച്ചു തന്നാൽ അത് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് നമ്മൾ അത് സഹോദരങ്ങൾ ബാധ്യതയായിപ്പെട്ടതാണ്. അതല്ലെങ്കിൽ നമ്മൾ എന്തായി പോകും? ഈ പറയുന്ന ദൗർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളിൽ പെട്ടുപോകും. ഉപദേശങ്ങൾ കേട്ടിട്ട് അത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഉപദേശ ആളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് ഒരു ഉപദേശം നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. അല്ലദീ യസ്ലൻ നാറൽ കുബ്ര, അങ്ങനെയുള്ള ദൗർഭാഗ്യവാന്മാർ അവർ വഴിയെ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഏറ്റവും വലിയ തീ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അന്നാറൽ കുബ്ര. കാരണം ഭൂമിയിലും തീയുണ്ട്, അത് അന്നാറ സുഗ്റയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് പറഞ്ഞല്ലോ, ഇന്ന നാറദ് ദുനിയ ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരിൽ ആഖിറ. ദുനിയാവിലെ തീ എന്ന് പറയുന്നത് നരകത്തീയേക്കാൾ അതിൻ്റെ 70 ഇരട്ടിയിൽ ഒന്ന് മാത്രമാണ്. 70 ഇരട്ടി തീയാണ് നരകത്തിൽ ഉണ്ടാവുക. സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂൽ ഇതന്നെ മതിയായതാണ്? ഇവിടെയുള്ളൊരു തീ ഒരു മിനിറ്റ് പോലും നമ്മുടെ കയ്യിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുകയില്ല. അതിനേക്കാളും 70 ഇരട്ടി ചൂടുള്ള തീയാണ് നരകത്തിൽ ഉണ്ടാകുന്നത്, അന്നാറൽ കുബ്ര എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവിടെയുള്ള അവസ്ഥ എന്താണ്? സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അവിടെ അവൻ ജീവിക്കുകയുമില്ല, മരിക്കുകയുമില്ല. അപ്പോൾ ആളുകൾ ചോദിച്ചേക്കാം, ഒന്നുകിൽ ജീവിതം അല്ലെങ്കിൽ മരണമാണല്ലോ, എന്താണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്? ജീവനുമില്ല, ജീവിക്കുകയുമില്ല, മരിക്കുകയുമില്ല എന്ന് പറഞ്ഞത്? പണ്ഡിതന്മാർ പറഞ്ഞു, ലാ യമൂതു ഫയസ്തരീഹ്, അവൻ സമാധാനത്തോടുകൂടി മരിക്കാൻ സാധിക്കില്ല, ഒരു ആശ്വാസം കിട്ടുന്ന ഒരു മരണം അവൻ ഉണ്ടാവുകയുമില്ല. വലാ യഹ്യ ഹയാത്തൻ സഈദ, സന്തോഷത്തോടുകൂടി സൗഭാഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയില്ല. അല്ല, അവൻ മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുകയാണ്, കാരണം അവൻ അത്രയും പ്രയാസമാണ്. എന്നാൽ അവൻ മരിക്കാതെ ജീവിക്കുന്ന സമയത്ത് യാതൊരു രൂപത്തിലുള്ള സൗഭാഗ്യങ്ങളോ അങ്ങനെയില്ല. അവനിങ്ങനെ ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ. ഓരോ തവണയും അവൻ്റെ തൊലി കരിഞ്ഞു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, അതല്ലാത്ത മറ്റു തോലുകൾ വീണ്ടും നൽകുകയാണ്. അതുകൊണ്ട് അവനൊരു ആശ്വാസം കിട്ടുന്നില്ല. തിന്മകൾക്ക് സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷ അതാണ്. അല്ലാഹു തആല യാതൊരു ആശ്വാസവും അവിടെ നൽകുകയില്ല, അവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ തിന്മകളെല്ലാം അത് അനുഭവിച്ചിട്ട് മരിക്കാനും അവിടെ സാധിക്കുകയില്ല. ജീവനും മരണത്തിനും ഇടയിലാണ് അവിടെ ഉണ്ടാകുക. അത്രയും ഗൗരവമുള്ള നരകമാണ് കാത്തിരിക്കുന്നത് ഈ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ തിരിഞ്ഞു കളയുന്നവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അവസാന ചെറിയൊരു ഭാഗം കൂടിയുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.